നമസ്കാരം. Hallo, wie bist du? You want to be solidarity? Take care of your own shit. Don't tell us. Tell us what we should do. Okay? You white people, you need to step the fuck back. Yes. Yes. If you tell me what I should do. സ്ഥലം ജർമ്മനിയാണ്. എന്താ അല്ലേ? ആ ചിത്രത്തിൽ കാണുമ്പോൾ നമുക്ക് ഒരു കാര്യം വ്യക്തമാണ്. അവിടെ പലസ്തീൻ അനുകൂലമായിട്ടുള്ള ചില പ്രതിഷേധങ്ങളും മറ്റുമൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ ഒരു വെള്ളക്കാരി, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ വെള്ളക്കാരി, ഒരു ജർമ്മൻകാരി അവിടെ അവരോട് എന്തോ ചോദിക്കുകയും അവർ ജർമ്മൻകാരിയോട് തട്ടിക്കയറുന്നു. ഇംഗ്ലീഷിൽ നല്ല തെറിയൊക്കെ പറയുന്നുണ്ട്. നീ ഒരു വെള്ളക്കാരിയാണ്, നീ പുറകോട്ട് മാറിയേക്ക്, നീയല്ല തീരുമാനിക്കേണ്ട, ഞങ്ങളാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് എന്ന് ഈ പലസ്തീൻ അനുകൂല പ്രകടനമൊക്കെ നടത്തുന്ന ഈ ജിഹാദി സ്ത്രീ അവരോട് തട്ടിക്കയറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ജർമ്മനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആവശ്യമാണ്, കുറച്ച് നേരത്തെ കിട്ടേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കുറച്ച് പഴയ കഥയാണ്. അതായത് ഒരു 2014-15 ആ കാലഘട്ടത്തിൽ സിറിയ, ഇറാഖ് തുടങ്ങിയ ഇടങ്ങളിലൊക്കെ ഈ IS-ന്റെ മുന്നേറ്റം ഉണ്ടായി. തുടർന്ന് അവിടെ ആഭ്യന്തര കലാപങ്ങൾ ഉണ്ടായി. ആ സമയത്തുണ്ടായിരുന്ന അവിടുത്തെ ഭരണകൂടത്തിനെതിരെയാണ് ഈ IS-ന്റെ ഈ മുന്നേറ്റം ഉണ്ടാവുകയും തുടർന്ന് ആഭ്യന്തര കലാപം ഉണ്ടായി. ലക്ഷക്കണക്കിന് ആളുകൾ ഭവനരഹിതരായി, കുറെ പേര് കൊല്ലപ്പെട്ടു. അന്നത്തെ മാർപ്പാപ്പ, അതായത് അദ്ദേഹം ഈ അടുത്ത കാലത്താണ് അന്തരിച്ചു പോയത്, പക്ഷെ അന്ന് അദ്ദേഹം വലിയ മനുഷ്യ സ്നേഹിയായിരുന്നു. മരണം വരെ അങ്ങനെ തന്നെയായിരുന്നു. അദ്ദേഹം ഈ യൂറോപ്പിനോട്, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ രാജ്യങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഈ അഭയാർത്ഥികൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ രാജ്യത്തിന്റെ വാതിലുകൾ മലർക്കെ തുറന്നിടൂ എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സമയം വരെയൊക്കെ ഈ ലോകത്ത് തന്നെ ഏറ്റവും സമാധാനത്തോടെ ജീവിക്കുന്ന രാജ്യങ്ങളുടെ മുൻപന്തിയിൽ നിന്നിരുന്ന രാജ്യങ്ങളായിരുന്നു ഈ സ്വീഡൻ, ഡെൻമാർക്ക്, നോർവേ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ. അതേ കൂട്ടത്തിൽ തീർച്ചയായിട്ടും ജർമ്മനിയും ഫ്രാൻസും ഒക്കെ ഉണ്ട്. ഇവരൊക്കെ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ മത്സര ബുദ്ധിയോടുകൂടി ഈ അഭയാർത്ഥികളെ അങ്ങ് സ്വീകരിച്ചു. അപ്പോൾ സ്വീഡനിലേക്ക് നിയമം അനുസരിച്ച് ഒരു 5 വർഷം കഴിയുമ്പോഴേക്കും അവിടെ പൗരത്വം കിട്ടും. അപ്പോൾ ആദ്യം ഈ അയ്യോ പാവം പറഞ്ഞ് കയറിയവരൊക്കെ പൗരത്വം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവരുടെ തനി സ്വരൂപം, തനി ഗുണം കാണിക്കാൻ തുടങ്ങി. സ്വാഭാവികമായിട്ടും വിരുന്ന് വന്നവർ അല്ലെങ്കിൽ വന്നു കയറിയവർ അവിടുത്തുകാരായി, വീട്ടുകാരായി. പിന്നെ അവിടെ ഉള്ളവരെ അവർക്ക് കണ്ടുകൂടാ. അവരുടേതായിട്ടുള്ള സ്ഥലങ്ങൾ അവർക്ക് പിന്നീട് ശരിയത്ത് നിയമത്തിന്റെ കീഴിൽ വരണം. ഇതൊക്കെ ഈ കുറെ കാലങ്ങളായിട്ട് UK അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ ജർമ്മനി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ജർമ്മനിയിൽ ഇപ്പോൾ എല്ലാ പരിധിയും ലംഘിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ജർമ്മൻകാർ അവിടുന്ന് പുറത്തു പൊക്കോളൂ, ഞങ്ങൾ നോക്കിക്കോളാം എന്നാണ് പറയുന്നത്. വന്നു കയറിയ ടീമുകളാണ് ഈ പറയുന്നത് എന്ന് ഓർക്കുക. ഫ്രാൻസിലൊക്കെ കടുത്ത നിയമം കൊണ്ടാണ് അവർ അതിനെ ഇപ്പോൾ എതിർത്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ സ്വീഡനിൽ അവരുടെ നിയമം മാറ്റി. നേരത്തെ 5 വർഷം കൊണ്ട് പൗരത്വം കിട്ടുമായിരുന്നു, അതിപ്പോൾ 8 വർഷത്തേക്ക് അവർ നീട്ടി. മാത്രമല്ല കൃത്യമായും സ്വീഡനിലെ നിയമങ്ങൾ അനുസരിക്കണം, അവിടുത്തെ സംസ്കാരത്തോട് യോജിച്ചു പോകുന്നവരായിരിക്കണം. അങ്ങനെ അവിടെ പരീക്ഷയൊക്കെ ഉണ്ട്. കുറെ എക്സാം ഒക്കെ എഴുതി പാസ്സായാൽ മാത്രമേ ഇപ്പോൾ സ്വീഡനിലെ പൗരത്വം കിട്ടത്തുള്ളൂ. അവർ അനുഭവിച്ചതിന് ശേഷമാണ് അവർ ആ നിയമം മാറ്റിയത്. നമ്മുടെ ഇവിടെയും പല നിയമങ്ങളും കൊണ്ടുവരാൻ വേണ്ടി വരുമ്പോൾ എന്താ ചെയ്യുക, ഇവിടെ ഉള്ളവർ തന്നെ എതിർക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ സമീപ ഭാവിയിൽ തന്നെ അത് വരും എന്ന കാര്യം ഉറപ്പാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത്തരം ചില ദൃശ്യങ്ങൾ നിങ്ങളെ കാണിക്കുന്നുണ്ട്. ഓരോ രാജ്യത്തും നടക്കുന്ന, UK നടക്കുന്ന കാണിക്കുന്നുണ്ട്, സ്വീഡനിലും ഡെൻമാർക്കിലും ഒക്കെ നടക്കുന്ന കാണിക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ നമ്മൾ ഒരിക്കലും മറന്നു പോകരുതാത്ത ഒരു രാജ്യം കൂടിയാണ്, അത് പോളണ്ടാണ്. അവർ ഇതുപോലുള്ള ഒരൊറ്റ അഭയാർത്ഥികളെ അവരുടെ രാജ്യത്തേക്ക് കയറ്റിയില്ല. 0 എന്നാണ് അവർ പറയുന്നത്. ഈ അഭയാർത്ഥി വിഷയം വന്നപ്പോൾ ഈ പോളണ്ടിന്റെ ഔദ്യോഗിക നേതൃത്വം തന്നെ ഒരു അന്തർദേശീയ മാധ്യമത്തിന് മുന്നിൽ അവർ പറഞ്ഞത്, ഞങ്ങൾ 0 റിഫ്യൂജികളെയാണ് ഇതിനകത്ത് കയറ്റിയിരിക്കുന്നത്, ഒരൊറ്റ അഭയാർത്ഥികളെ പോലും, പ്രത്യേകിച്ച് മുസ്ലിം അഭയാർത്ഥികളെ ഞങ്ങൾ കയറ്റില്ല, ഞങ്ങളുടെ രാജ്യം സുരക്ഷിതമായിരിക്കണം, അതിന്റെ അപ്പുറം അത് കഴിഞ്ഞിട്ടുള്ള മനുഷ്യ സ്നേഹമൊക്കെ മതി എന്ന തരത്തിൽ അവർ പറയുകയും അതിന് ഉദാഹരണമായിട്ട് പുള്ളി പറയുന്നു, ഞങ്ങൾക്ക് ചുറ്റുമുള്ള മറ്റു രാജ്യങ്ങൾ നോക്കുക, അവിടെങ്ങളെല്ലാം ബോംബ് സ്ഫോടനങ്ങൾ നടത്തിയിട്ടുണ്ട്, എന്നാൽ ഞങ്ങളുടെ രാജ്യം സുരക്ഷിതമാണ്, അവിടെ ഒരു പൊട്ടാസ് പോലും പൊട്ടിയിട്ടില്ല, അതിന് കാരണം ഞങ്ങൾ ഒരൊറ്റ അഭയാർത്ഥികളെയും കയറ്റാത്തതാണ് എന്ന് പറയുമ്പോൾ തൽക്കാലം അദ്ദേഹം പറഞ്ഞതിനോട് ഒത്തു നിൽക്കാൻ മാത്രമേ ഏതൊരാൾക്കും പറ്റൂ. കാരണം തെളിവ് സഹിതമാണ് അദ്ദേഹം പറയുന്നത്. ഇത് ജർമ്മനി ഇപ്പോഴും അവിടുത്തെ ജനങ്ങളിൽ നല്ലൊരു ശതമാനം ജൂത വിരോധമുണ്ട്. തീർച്ചയായിട്ടും നമുക്കറിയാം, പണ്ട് നാസി കാലത്തൊക്കെ ഒരുപാട് ലക്ഷക്കണക്കിന് ജൂതന്മാരെ കൊന്നൊടുക്കിയതാണ് ഹിറ്റ്ലറും ടീമൊക്കെ. അത് അവരുടെയൊക്കെ അതിന്റെ പിന്തുടർച്ചയായിട്ടുള്ളവർ തന്നെ അവിടെ കാണും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ജൂത വിരോധം വെച്ചുകൊണ്ടായിരിക്കാം ഈ ഇതുപോലുള്ള ആളുകൾക്ക് അവർ കൂടുതലായിട്ട് അവരെ സ്വീകരിച്ചത്. കാരണം അവർക്കും ജൂത വിരോധം അവരുടെ രക്തത്തിലുള്ളതാണല്ലോ. എന്നാൽ ഇപ്പോൾ സ്വീകരിച്ചു, അവർക്ക് എല്ലാ സൗകര്യങ്ങളും കൊടുത്തു, താമസിക്കാനുള്ള സ്ഥലം കൊടുത്തു, ജോലി കൊടുത്തു, അവിടുത്തുകാരാക്കിയെടുത്തു. ഇപ്പോൾ ആ വീട്ടുകാർക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. വീട്ടുകാരോട് വന്നു കയറിയ പറയുന്നു, നിങ്ങൾ പുറത്തു പോകും, ഇംഗ്ലീഷിൽ തെറിയും പറയുന്നുണ്ട്. അനുഭവിക്കുക തന്നെ. ഇത് നമുക്കൊരു പാഠമാണ്. കാരണം ഇങ്ങനെ കുറച്ച് രാജ്യങ്ങൾക്ക് നല്ല പണി കിട്ടണം. നല്ല പണി കിട്ടിയെങ്കിൽ മാത്രമേ ഇവിടം ഭരിക്കുന്ന, അതായത് ഏത് രാഷ്ട്രീയ പാർട്ടി ഇന്ത്യ ഭരിച്ചാലും അവർക്ക് ഇതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ട് നമ്മുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ട് നല്ല ശക്തമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കാൻ പറ്റൂ. അതിനാൽ ജർമ്മനി തകർന്നാലും ഇനി സ്വീഡൻ തകർന്നാലും ഡെൻമാർക്ക് തകർന്നാലും ഒക്കെ അവരുടെ വിധി അത് അവർ വിളിച്ചു വരുത്തിയതാണ് എന്ന് ആശ്വസിക്കുക. നമ്മൾ ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക.